തിരുവോണ ദിവസം നിരാഹാര സമരം നടത്താൻ തീരുമാനിച്ച മാവോയിസ്റ്റ് രൂപേഷ് കുമാർ ബന്ധിതരുടെ ഓർമ്മക്കുറിപ്പുകൾ എന്ന പുസ്തകവുമായി ബന്ധപ്പെട്ട ഫയലുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പരിഗണനയിൽ എന്ന രൂപേഷ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായ മുഖ്യമന്ത്രി ഈ നിലപാടാണോ സ്വീകരിക്കേണ്ടതെന്നും മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ ചോദ്യമുണ്ട്. ലെവിൻ കെ വിജയൻ കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. ലെവിൻ, എന്താണ് രൂപേഷിന്റെ തീരുമാനം? ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നീക്കങ്ങളാണ് നടക്കുന്നത്? സംഗീത, രണ്ട് വിധത്തിലാണ് രൂപേഷ് കത്തയച്ചിട്ടുള്ളത്. ഇന്നലെ ജയിലിൽ നിന്നും നേരിട്ട് പോസ്റ്റൽ മുഖേന മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. മറ്റ് സന്ദേശങ്ങൾ ഭാര്യയായിട്ടുള്ള ഷൈനയോട് ഫോണിൽ വിളിച്ച് അറിയിച്ച് ഷൈനയും ഇമെയിലായിട്ട് മുഖ്യമന്ത്രിക്ക് പരാതിയും ഈ വിവരങ്ങൾ സൂചിപ്പിക്കുന്ന കത്തും അയച്ചിട്ടുണ്ട്. താൻ തിരുവോണ ദിവസം തൻ്റെ പുസ്തകം നോവൽ പ്രസിദ്ധീകരിക്കാൻ അനുമതി വൈകുന്നതിൽ അത് അക്കാര്യത്തിൽ തീരുമാനമാകാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഏകദിന നിരാഹാര സമരം നടത്തുകയാണെന്നാണ് പ്രധാനമായും കത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് തൻ്റെ സങ്കടങ്ങൾ അല്ലെങ്കിൽ ഇക്കാര്യത്തിലുള്ള അഭ്യർത്ഥന ഒരു കത്ത് മുഖേന അറിയിക്കുകയാണ് രൂപേഷ് ചെയ്തിട്ടുള്ളത്. പുസ്തകവുമായി ബന്ധപ്പെട്ട ഫയലുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ പരിഗണനയിലാണ് ഉള്ളത്. മുഖ്യമന്ത്രി നേരത്തെ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിൽ തടസ്സമില്ല എന്ന് ഉറപ്പ് നൽകിയിട്ടും അത് പാലിക്കപ്പെടുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കത്ത് നൽകിയിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായ മുഖ്യമന്ത്രി ഈ നിലപാടാണോ സ്വീകരിക്കേണ്ടതെന്ന് കത്തിൽ ചോദ്യമായി രൂപേഷ് ഉന്നയിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യത്തെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയും വായിക്കാനുള്ള പൊതുസമൂഹത്തിൻ്റെ അവകാശത്തെയും ഇതിലൂടെ നിഷേധിക്കുകയാണെന്നും രൂപേഷ് കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ഓണദിവസം ഭക്ഷണം ത്യജിച്ചുകൊണ്ട് താൻ പ്രതിഷേധം അറിയിക്കുകയാണെന്നും ആവിഷ്കാര സ്വാതന്ത്ര്യം നിഷേധിച്ച കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന് അറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നത്. വ്യക്തമാണ്. എന്താണെങ്കിലും നിരാഹാര സമരത്തിലേക്ക് കടക്കുകയാണ് രൂപേഷ്.